ഗൈസ്, അപ്പോൾ എൻ്റെ ലൈഫിൽ ഇന്നൊരു ഐസ് ബ്രേക്കിംഗ് ഡേ ആണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ കംഫർട്ട് സോൺ വിട്ടിട്ട് ഞാൻ പരിപാടിക്ക് ഇറങ്ങിയിരിക്കുക. വേറെ ഒന്നല്ല, എനിക്ക് ഡാൻസ് കാര്യങ്ങളൊന്നും അറിയത്തില്ല. എന്നാലും ഒരു ആൽബം ഷൂട്ടിന്റെ ഭാഗമായിട്ട് ഡാൻസും കാര്യങ്ങളൊക്കെ ഞാൻ എൻ്റെ കംഫർട്ട് സോണിന്റെ വെളി ഒന്നിച്ച് കളിക്കാൻ പോവാണ്. എന്തായാലും ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഇപ്പൊ മേക്കപ്പ് കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടിരിക്കണ്ട, ഒരു ഗാങ്സ്റ്റർ ലുക്കില്ല. ചേച്ചിയാണ് മേക്കപ്പ് ചെയ്തിരിക്കണ്ട. ചേച്ചി പേരെന്തുവാ? പിന്നെ ഈ ചേട്ടനുണ്ട്. ചേട്ടൻ പേരെന്തുവാ? പിന്നെ നമ്മുടെ വണ്ണാൻ്റെ ബ്യൂട്ടിഫുൾ സത്ത് അവിടെ ഇരിപ്പുണ്ട്. അപ്പൊ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് കേട്ടോ. പക്ഷെ ഭയങ്കര ടെൻഷനുണ്ട്. വേറെ ഒന്നല്ല, ഞാൻ പഠിച്ച സ്റ്റെപ്പ് എല്ലാം മറന്നുപോയി. എന്തായാലും അവിടെ ചെന്ന് കാണിക്കാം. അപ്പൊ ലുക്ക് വൈസ് എങ്ങനെയാണെന്ന് പറയണം. ഞാൻ സത്യയുടെ സ്റ്റെപ്പ് എല്ലാം മറന്നുപോയി കേട്ടാ. നിങ്ങള് നമുക്ക് തകർക്കണം കേട്ടല്ലോ. അപ്പൊ ഗൈസ്, ഇതാണ് നമ്മുടെ സെറ്റ്. ഇവിടെയാണ് നമ്മൾ ഇന്ന് രാവിലെ തൊട്ട് രാത്രി വരെ ഡാൻസ് കളിച്ച് മരിക്കാൻ പോകുന്നത്. ഗൈസ്, എന്റെ ഗാങ്സ്റ്റർ പേരായിട്ട് നമ്മുടെ സ്വത്തുണ്ട്. സ്വത്താണെങ്കിൽ കേട്ടാ. ചേച്ചി ഞങ്ങൾ രണ്ടും എങ്ങനെയുണ്ട് ചേച്ചി? ഒത്തിരി എന്തോ പറയാനുണ്ടെന്ന് പറവത്തെ. ഇന്ന് ഡേ 23 ഓഗസ്റ്റ് ഓഗസ്റ്റ് 23-ാം തീയതിയാണ്. എനിക്ക് ഒത്തിരി സന്തോഷം നിറഞ്ഞ ദിവസമാണ്. കാരണം ഈ സെറ്റും ഈ ഒരു ഷൂട്ടും പിന്നെ നമ്മുടെ ഐസ് ബ്രേക്കിംഗ് ചലഞ്ച് പോലെ സഞ്ജു വന്ന് ഡാൻസ് എടുക്കുന്നതും പിന്നെ മറ്റു പല കാരണങ്ങൾ കൊണ്ടും ഞാൻ വളരെ ഹാപ്പിയാണ്. ഇന്ന് സെലിബ്രേഷൻ ആണ്. ഇന്ന് പാർട്ടി ഡേ ആണ്. എല്ലാവർക്കും പാർട്ടി ആയിട്ട് ഇവരുടെ ഷൂട്ട് തീർക്കണം, എന്നാലും പാട്ടി കിട്ടും. നാളെ രാവിലെ വെളുപ്പിനാവുന്നൊക്കെ പറയണത് കേട്ടോ. സെഞ്ചുറി റെഡിയാക്കുന്നുള്ളത് കൊണ്ട് ഞങ്ങള് വൈകുന്നേരം പാക്കപ്പ് പറയും. ചിലപ്പോ ഞാനാണെങ്കിൽ അറിയില്ല, 12 മണിക്ക് എണീക്കത്തുള്ളൂ. എന്നാൽ ഇവർക്ക് വേണ്ടിട്ട് ഞാൻ 6-7 മണിക്കൊക്കെ എണീറ്റ് ഇവിടെ വന്നിച്ചു. ഇപ്പൊ ഞാൻ ഇവിടെ നിൽക്കുവാണ്. വല്ലതൊക്കെ നടന്നാ മതിയായിരുന്നല്ലേ. നടത്തിക്കും നമ്മൾ. താൻ ഡാൻസർ അല്ലേ? എന്തുകൊണ്ടാ ഈ ഡാൻസിന് കളിക്കാത്തതാണ്? ബാക്കി കാര്യങ്ങൾ ബാക്ക്ഗ്രൗണ്ട് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. നിങ്ങളാണല്ലേ എല്ലാം ചെയ്യുന്നത്. ഞാൻ ഭയങ്കര വെയിറ്റിംഗ് ആണ് ഗൈസ്. എന്റെ മാരക ടാലൻസ് ഒക്കെ കാണിച്ച് ഇവരെയൊക്കെ ഞെട്ടിക്കാൻ. പ്രാക്ടീസ് ഡേ ആയിരുന്നു. എന്ത് ചെയ്യാനാ ഗൈസ്, ഇത് വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ നടക്കൂടാ. നോക്കിക്കും മരണ ഡാൻസ് അടിക്കുന്നു. എങ്ങനെയുണ്ട് സ്വത്തു? എക്സൈറ്റഡ് ആണോ അതോ പേടിയുണ്ടോ? ഞാനിവിടെ സ്റ്റെപ്പ് അടിച്ചിട്ട് പോലും എനിക്ക് ഇപ്പൊ പേടി വരുന്നില്ല. എന്താ പറയുക, എങ്ങനെ ഉണ്ടായിരുന്നു ഡാൻസ്? അടിപൊളി. ഇത് ചുമ്മാണ്, എന്ത് ചോദിച്ചാലും കൊള്ളാന്നോ. 6ാമത്തെ ടേക്ക് റെഡിയാക്കുന്ന ഞങ്ങള് മാറ്റി എഴുതുന്നു. അതായത് സഞ്ജുവിന് ഒരിക്കലും നേരത്തെ റിഹേഴ്സലൊക്കെ ചെയ്യിപ്പിച്ച് സെറ്റായിട്ട് നാളത്തെ പരിപാടിക്കൊന്നും വെക്കില്ല. ഓൺ ദി സ്പോട്ട് വേണം കൊടുക്കാൻ, അല്ലെങ്കിൽ അവൻ മറന്നു പോകുന്നു. അതെന്താന്ന് പറയട്ടെ, ഞാനിത് പഠിച്ചു നോക്കുവേ. പക്ഷെ ഒന്ന് ഉറങ്ങി കഴിഞ്ഞാൽ അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞാൽ ഞാൻ ഫുള്ള് മറന്നു പോകും. അതാണ് സീൻ. പക്ഷെ എന്തായാലും ഞാനും സ്വത്തും കൂടെ ഗാങ്സ്റ്റർ ലുക്ക് ചെയ്യിക്കുക. അത്ര ആകാംക്ഷയായിട്ട് ഞാൻ ഓടി വന്ന് സഞ്ജുവിന്റെ എന്താണ് എടുത്തത്, ഡാൻസ് എടുത്തതെന്ന് ഓടി വന്ന് എക്സൈറ്റഡ് നോക്കിയത് 2 സെക്കൻഡിന് 2 മണിക്കൂർ എടുത്ത് സഞ്ജു. ഞാനിവിടെ പോലെ സിനിമ നടിയൊന്നുമല്ല. അപ്പൊ ഇൻഎക്സ്പീരിയൻസ് ആയിട്ടുള്ള ഞാൻ ഐസ് ബ്രേക്ക് ചെയ്ത് എന്റെ കംഫോർട്ട് സോണിൽ നിന്ന് ഞാൻ വെളിയിൽ വന്നു വെച്ച് ഞാൻ ട്രൈ ചെയ്യുകയാണ്. യുനോ, എന്നാലും കുഴപ്പമില്ല. ഇവരൊക്കെ മനസ്സിൽ തെറി പറയുന്നുണ്ടെങ്കിലും കുഴപ്പമില്ല. നമ്മളതൊക്കെ നൈസായിട്ട് നിന്ന് കാരണം ഞാൻ അത്രക്ക്. പക്ഷെ ഇങ്ങനെയാണ്, കഷ്ടപ്പാടൊക്കെ ഉണ്ട്, അതെല്ലാവർക്കും ഉണ്ട്, അറിയണം എല്ലാവരും. അതിന് വന്നാണ് ഞാൻ. ഈ ബ്രോ ആയിട്ടാ പറഞ്ഞ പാട്ട് പാടിയത്. ബ്രോ അടിപൊളിയായിട്ട് പാട്ട് പാടിയത്. പാട്ട് പാടി തല്ലിക്കൊല്ലില്ല. ലൈവ് കട്ടപ്പുക ആയിത്തീരുന്നീത പെട്ടി തട്ടിക്കൂട്ടി കുഴിയിലാക്കിയിടുന്നേ മണ്ണ് വെട്ടിക്കൂട്ടി കുഴി മൂടിയിടുന്നേ കമലയാളി. ഗൈസ്, നമ്മുടെ ചെക്കനിപ്പം തിരിക്കാൻ പോകണം, കാണിച്ചു തരാം.
അങ്ങനെ കഴിച്ച് നമ്മുടെ ഷൂട്ട് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിരിക്കുവാണ്. 2 ദിവസം എടുത്തേട്ടെ ഏകദേശം. ഇപ്പൊ 11:30 ആയിരിക്കുമായിരുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു ഷൂട്ടും കാര്യങ്ങളൊക്കെ? ഞങ്ങളുടെ ഷൂട്ട് എങ്ങനെ ഉണ്ടായിരുന്നു അതാണ് ഞാൻ ചോദിച്ചത്. നിങ്ങളുടെ ഷൂട്ട് അടിപൊളിയായിരുന്നു. അടിപൊളിയല്ലായിരുന്നാ? ഓ ഗൈസ്, അതുപോലെ തന്നെ സ്വത്തിന് കുറച്ച് ഷോട്ടുകളും ഉണ്ട് കേട്ടോ. അത് എടുത്തിട്ടിരിക്കുവാണ്. കല്യാണ പെണ്ണായിട്ടൊക്കെ വന്നിട്ടുണ്ട് സ്വത്ത്. ഓ ഗൈസ്, ട്രസ്റ്റ് മീ, അടിപൊളിയായിട്ട് കേട്ടോ. അടിപൊളി വീഡിയോ ആയിരിക്കും വരാൻ പോകുന്നത്. എന്തായാലും നിങ്ങൾ വെയിറ്റ് ചെയ്യണം. ഞാനെന്തായാലും കട്ടക്ക് വെയിറ്റിംഗ് ആണ്. മിക്കവാറും ഈ വീഡിയോ ഇറങ്ങുമ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. ഓക്കെ, എന്തായാലും ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. എനിക്കും ഭയങ്കര ഒരു ഐസ് ബ്രേക്ക് ആയിരുന്നു. ഞാൻ ഒട്ടും വിചാരിച്ചില്ല. എന്നാലും നമ്മൾ കംഫർട്ട് സോണിൽ നിന്ന് വിട്ട് ഓരോന്നൊക്കെ ചെയ്യുമ്പോഴാണ് നമ്മൾ ഭയങ്കരമായിട്ട് ഇങ്ങനെയൊക്കെ കേപ്പബിൾ ആകുമെന്നുള്ള. ഓ മാൻ, ലൈറ്റ് വേണ്ട വേ, ലൈറ്റ് പോയി ഗൈസ്, അടിച്ചു പോയി ഗൈസ്. എന്തായാലും ഗൈസ്, ട്രസ്റ്റ് മീ, അടിപൊളി വീഡിയോ ആയിരിക്കും. അങ്ങനെ ഗൈസ്, നമ്മുടെ ഷൂട്ട് ഓൾമോസ്റ്റ് അല്ല കഴിഞ്ഞ്. ഇപ്പൊ ബാക്കപ്പ് വിളിക്കും. ശരിക്കും നമ്മുടെ സ്വത്തിനെ കണ്ട അടിപൊളി എല്ലാം എന്നാ ഭംഗിയുള്ള കാണാൻ. സാരിയൊക്കെ കൊടുത്തിട്ട് ശരിക്കും ഗൈസ് കല്യാണ പെണ്ണായിട്ട് നിക്കണ കണ്ടപ്പോ എനിക്ക് സത്യം പറഞ്ഞ അപ്പൊ അവളെ താലിയൊക്കെ കിട്ടണമെന്ന് എനിക്ക് തോന്നിയായിരുന്നു. എനിക്ക് ശരിക്കും സ്വത്ത് നമുക്ക് പറ്റുവാണെങ്കിൽ കല്യാണം കഴിച്ചേക്കാം കേട്ടോ. കാരണം നല്ല എനിക്ക് തന്നെ ഇഷ്ടമാണ് സ്വത്ത്. എനിക്ക് തന്നെ വേണം. അതുപോലെ തന്നെ യു ആർ എക്സ്ട്രീംലി ബ്യൂട്ടിഫുൾ ഇൻ ദാറ്റ് സാരി. അതെനിക്ക് പറയണമെന്നുണ്ടായിരുന്നു. അവിടെ വെച്ച് പറഞ്ഞായിരുന്നു. എന്നാലും എനിക്ക് ഇപ്പൊ ഒന്നുകൂടെ പറയണമെന്ന് തോന്നി. ഞാൻ എഡിറ്റ് ചെയ്തോണ്ടിരുന്നപ്പോഴേ ആ ഫുട്ടേജ്, അവളുടെ ആ ഒരു ലുക്കും, ആ സാരിയും, ആ സിന്ദൂരവും ഇതെല്ലാം കണ്ടപ്പോ അടിപൊളിയാ. ഐ ലവ് യു സുത്തു, ഐ ലവ് യു. ഓക്കെ, അപ്പൊ ഗൈസ്, ഈ കണ്ട ഫുട്ടേജും കാര്യങ്ങളും എല്ലാം നമ്മളെ ഇറങ്ങാൻ പോണ മ്യൂസിക് ആൽബത്തിന്റെയാണ്. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് എന്ന് പറഞ്ഞാൽ ഭയങ്കര എക്സൈറ്റഡ് ആണ്. അപ്പൊ ഇതിന്റെ ഡേറ്റ് എന്ന് പറയാം, എന്നാണ് ഇറങ്ങാൻ പോണെന്ന് പറഞ്ഞാൽ ഇന്ന് 13-ാം തീയതിയാണ്, സെപ്റ്റംബർ 13-ാം തീയതിയാണ്. അപ്പൊ നാളെ വൈകിട്ടാണ് നമ്മുടെ വീഡിയോ ഇറങ്ങാൻ പോകുന്നത്. ദാറ്റ് ഈസ് സെപ്റ്റംബർ 14 വൈകിട്ട് 6 മണിക്ക് നമ്മുടെ മ്യൂസിക് ആൽബം റിലീസാകുന്നതാണ്. അതും നമ്മുടെ സ്വന്തം എൻ്റെ ചാനലിൽ, നമ്മുടെ ചാനലിൽ, നിങ്ങളുടെ ചാനലിൽ, അതായത് സഞ്ജു ടെക്കി വ്ളോഗ്സിലായിരിക്കും നമ്മുടെ വീഡിയോ ഔട്ട് ആവുന്നത്. അപ്പം എല്ലാവരുടെയും സപ്പോർട്ടും ഷെയറും കാര്യങ്ങളും എല്ലാം നമുക്ക് വേണം. ഓക്കെ, അപ്പോൾ ഞാൻ എന്തായാലും കട്ടക്ക് ഭയങ്കര എക്സൈറ്റഡ്. ഞാനും അവളും എൻ്റെ വീട്ടുകാരും എൻ്റെ ഫ്രണ്ട്സും ഈ അറിയാവുന്ന ആൾക്കാരെല്ലാം കട്ടക്ക് എക്സൈറ്റഡ് ആയിട്ടിരിക്കുകയാണ്. ഗൈസ്, സത്യമായിട്ട് ഭയങ്കര എക്സൈറ്റഡ് ആണ്. പിന്നെ ഇത് ചെറിയൊരു പ്രൊജക്റ്റ് ഒന്നും അല്ലായിരുന്നു. അത്യാവശ്യം വലിയ രീതിക്ക് തന്നെ എടുത്ത് പൈസ കാര്യങ്ങളൊക്കെ ഇത്തിരി പൊട്ടിയിട്ടാണ്. എൻ്റെ ഇത് പോയില്ല സത്യം പറഞ്ഞാൽ. നമ്മുടെ ജെഫ്രി ബ്രോയാണ് ഇതിൻ്റെ കാര്യങ്ങളെല്ലാം. എൻ്റെ ഹൗസ് വാമിങ്ങിൻ്റെ സമയത്ത് വീട്ടിൽ വന്ന് DJ പ്ലേ ചെയ്താണ് DJ ജെഫ്രി. അപ്പോൾ പുള്ളിക്കാരനാണ് ഇതിൻ്റെ ഫുൾ പരിപാടി ചെയ്തിരിക്കണം. അതിൻ്റെ ബഡ്ജറ്റ് ആണെങ്കിലും അതിൻ്റെ സോങ് ആണെങ്കിലും മ്യൂസിക് ആണെങ്കിലും എല്ലാം പുള്ളിയാണ് ചെയ്തിരിക്കണം. പുള്ളി പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഇപ്പം ഇവിടെ ഇല്ല. റൈറ്റ് നൗ പുള്ളി മരിച്ചെന്ന് പോയില്ല, അതല്ലേ ഞാൻ ഉദ്ദേശിച്ച. പുള്ളി UK പോയിരിക്കുക. ഓക്കെ, അപ്പം പുള്ളി UK-ലാണ്. ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഇത്രയും പൊള്ളിക്കായിരുന്നു. എന്തായാലും ജെഫ്രി ബ്രോ, നിങ്ങളുടെ എല്ലാവരും ഡ്രീമാണ് നാളെ പുറത്ത് വരാൻ പോകുന്നത്. അപ്പം ഞാനും ഭയങ്കര കട്ടക്ക് എക്സൈറ്റഡ് ആണ് ഗൈസ്. വൈകുന്നേരം നാളെ 6 മണിക്ക് എന്ത് പരിപാടി ഉണ്ടെങ്കിലും മാറ്റി വെച്ചേക്കണം. നമ്മുടെ സോങ് ഔട്ട് ആവുകയാണ്. കണ്ടേക്കണം, മാക്സിമം ഷെയർ ചെയ്തേക്കണം. പറ്റുന്ന സ്ഥലത്തെല്ലാം ഒന്ന് സ്റ്റാറ്റസ് ഇട്ടേക്കണം, സ്റ്റോറി ഇട്ടേക്കണം. നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊക്കെ പറയണം, ഇടയ്ക്കൊക്കെ കേൾക്കണം, സപ്പോർട്ട് ചെയ്യണം. ഞാൻ കുറേയൊക്കെ ഡാൻസ് കളിക്കാനൊക്കെ നോക്കിയിട്ടുണ്ട് ഗൈസ്. അപ്പൊ എങ്ങനെയുണ്ടെന്ന് പറയണം. എനിക്ക് പേഴ്സണലി സംഭവം ഒരു വെറൈറ്റി ഫീൽ വന്നിട്ടുണ്ട്. അപ്പൊ എന്തായാലും ഡോണ്ട് മിസ് ഇറ്റ് ഗൈസ്. നാളെ 6 മണിക്ക് വൈകുന്നേരം നമ്മുടെ ചാനൽ വരുന്നതാണ്. ദാറ്റ് ഈസ് സെപ്റ്റംബർ 14 കേട്ടോ. മറക്കല്ലേ, സെപ്റ്റംബർ 14 വൈകിട്ട് 6 മണിക്ക്. ഓക്കെ, അപ്പൊ ഗൈസ്, ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ പ്ലീസ് ഗൈസ്, പ്ലീസ് എന്നും പറയണ പോലെ ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സൽക്കാരണം ലൈക്ക് അടിച്ചു പൊട്ടിക്കുക. എന്നാൽ മാത്രമേ നെക്സ്റ്റ് ഞാൻ വീഡിയോ ഇടുമ്പോൾ, അതുപോലെ തന്നെ നാളെ വീഡിയോ ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ. അതുകൊണ്ട് ഇപ്പൊ തന്നെ സബ്സ്ക്രൈബും ചെയ്തോ, നമ്മുടെ നോട്ടിഫിക്കേഷൻ ബട്ടൺ അടിച്ചു പിടിച്ചു. ഓക്കെ, സോ ഗൈസ്, കീപ് സപ്പോർട്ടിങ്. ഇറ്റ്സ് മീ സഞ്ജു ആൻഡ് ബൈ ബൈ.